Dear students, പേജ് 117ലുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത്. എക്സസൈസ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നു. ടോട്ടൽ 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ 2 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല, മറ്റേ 3 ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു. അതിൽ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. ബാക്കി 2 ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നു. അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ പേജ് 117. ഓക്കെ, ക്വസ്റ്റ്യൻ 2 പേജ് 170. നോക്കാം. A ladder leans against a wall with its foot 2 meters away from the wall. ഓക്കെ, ഒരു ചുമരിൽ ഒരു കോണി ഇങ്ങനെ ചരിച്ച് വെച്ചിരിക്കുന്നു. എന്നിട്ട് വിത്ത് ഇറ്റ്സ് ഫുട്ട് 2 meters away from the wall. ആ ചുമരിൽ നിന്നും 2 meters അകലെയാണ് ആ ചാരി വെച്ചിരിക്കുന്ന ഏണിയുടെ അല്ലെങ്കിൽ കോണിയുടെ ഒരു അടിഭാഗം ഉള്ളത്. ഓക്കെ, ആൻഡ് ദ ആംഗിൾ വിത്ത് ദ ഫ്ലോർ ഈസ് 40 degree. ആ ഏണി ചാരി വെച്ചിരിക്കുന്ന ഏണി നിലവുമായി ഉണ്ടാക്കുന്ന ഫ്ലോറുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ, ആ ആംഗിൾ എത്രയാണ്? 40 degree ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ഹൗ ഹൈ ഈസ് ദ ടോപ്പ് എൻഡ് ഓഫ് ദ ലാഡർ ഫ്രം ദ ഗ്രൗണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ലാഡറിൻ്റെ, ആ ഏണിയുടെ ടോപ്പ് എൻഡ് ഗ്രൗണ്ടിൽ നിന്നും അല്ലെങ്കിൽ ഫ്ലോറിൽ നിന്നും എത്ര ഉയരെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത് ഒരു ചുമരായിട്ട് നമ്മൾ കാണുന്നു. ഓക്കെ, ഇതെന്താണ്? ഫ്ലോറാണ്. എന്നിട്ട് ഇവിടെ ഒരു ഏണി ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നു. ഈ ഏണി ഈ ഫ്ലോറുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ, ദാറ്റ് ആംഗിൾ ഈസ് ഗിവൺ ടു ബി 40 degree. എങ്കിൽ ഈ ലാഡറിൻ്റെ ടോപ്പ് എൻഡ് ഇതാണ്. ഈ ടോപ്പ് എൻഡ് ഈ ഫ്ലോറിൽ നിന്നും എത്ര ഹൈറ്റിലാണ്? ദാറ്റ് മീൻസ് വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദിസ് ഹൈറ്റ്. ഓക്കെ, ഇവിടുന്ന് ഇവിടം വരെയുള്ള ഹൈറ്റ് നമ്മൾ കണ്ടെത്തും. അപ്പോൾ ഈ ലാഡറിൻ്റെ ഈ എൻഡ് ഈ വാളിൽ നിന്നും എത്ര അകലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് 2 meters away. ഓക്കെ, ഇത് വാള്, ഇത് ലാഡർ, ഇത് അതിൻ്റെ ബോട്ടം എൻഡ്, ഇത് ടോപ്പ് എൻഡ്. ഈ ബോട്ടം എൻഡ് ഈ വാളിൽ നിന്നും 2 meter അകലെയാണ്. എങ്കിൽ ഈ ഫ്ലോറിൽ നിന്നും ഈ ലാഡറിൻ്റെ ടോപ്പ് എൻഡായ ഇവിടേക്ക് എത്ര ഹൈറ്റ് ഉണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമുക്കറിയാവുന്നത് അഡ്ജസൻറ്റ് സൈഡാണ്. സോ ഓപ്പോസിറ്റ് സൈഡ് ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഇൻറ്റു tan 40 എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ദിസ് വൺ ഈസ് വാട്ട്? ലാഡർ. ഓക്കെ, ദിസ് ഈസ് വാൾ. ഓക്കെ, ഇത്രയും ഭാഗം ഇത് എന്താണ്? വാളാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ H ഈസ് ഈക്വൽ ടു 2 into tan 40. That is equal to 2 into tan 40യുടെ വാല്യൂ 0.8391. ഇവിടെ നമുക്ക് 2 digits മതി. അപ്പോൾ തേർഡ് ഡിജിറ്റ് 9, മോർ ദാൻ 4, ഗ്രേറ്റർ ദാൻ 4. അപ്പോൾ നമ്മൾ ഒന്ന് ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ 3 എന്തായി മാറും? 4 ആയി മാറും എന്ന് മനസ്സിലാക്കുക. സോ 2 into 0.84. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് കിട്ടും. സോ 168 എന്ന് കിട്ടും. ഇവിടെ പോയിൻറ്റിന് ശേഷം 2 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ ആൻസറിൽ 2 ഡിജിറ്റ്സ് വേണം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പോയിൻ്റ് ഇടുക. സോ 1.68 മീറ്റർ. ഓക്കെ, 1.68 മീറ്ററാണ് ഹൈറ്റ്. അല്ലെങ്കിൽ ഈ ലാഡറിൻ്റെ ടോപ്പ് എൻഡ് ഈ ഫ്ലോറിൽ നിന്നും എത്ര ഉയരെയാണ്? 1.68 മീറ്റർ ഉയരത്തിലാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഹൈ ഈസ് ദ ടോപ്പ് എൻഡ് ഓഫ് ദ ladder from the ground. Okay, so top end of the ladder is at a height of
1.68 meters. Okay, top end of the ladder is at a height of 1.68 meters. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി തേർഡ് വൺ നമ്മൾ ചെയ്യുന്നില്ല, ഫോർത്ത് വണ്ണാണ് ചെയ്യാൻ പോകുന്നത്. നോക്കുക, വാട്ട് ഈസ് ദി ആൻസർ ഫോർ ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. In the picture, the vertical lines are equally spaced. Prove that their heights are in arithmetic sequence. What is the common difference? അപ്പോൾ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ ഫിഗർ എങ്ങനെയാണ്? എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് കുറേ ലൈൻസ് കാണാം. ആ ലൈൻസൊക്കെ ഈക്വലി സ്പേസ്ഡ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ലൈൻസിൻ്റെ ഇടയിലുള്ള സ്പേസ് എല്ലാ സ്ഥലത്തും എന്താണ്? ഈക്വലാണ്. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രൂവ് ദാറ്റ് ദെയർ ഹൈറ്റ്സ് ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസസ്. ഈ വെർട്ടിക്കൽ ലൈൻസിൻ്റെ എല്ലാം ഹൈറ്റ് കണ്ടാൽ ആ ഹൈറ്റ്സ് എല്ലാം ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ടേംസ് ആയിട്ട് വരും എന്ന് മനസ്സിലാക്കുക. അല്ല, പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ എന്തുകൂടെ കാണാൻ പറഞ്ഞിരിക്കുന്നു? ദെൻ വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? ഓക്കെ, അപ്പോൾ ഈ ഹൈറ്റ്സ് എല്ലാം അരിത്തമാറ്റിക് സീക്വൻസിലാണ് വരുന്നതെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസിൽ നിന്നുണ്ടാവും ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും എന്ന്, അങ്ങനെ രണ്ട് ഭാഗമായിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നൗ വി ആർ ഡൂയിങ് ദ ആൻസർ ഫോർ ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ലൈന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ത്? എല്ലാ വെർട്ടിക്കൽ ലൈൻസ്. ഇവിടെയൊക്കെ ഉണ്ടാവുന്ന ആംഗിൾസ് 90 ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിവിടെ 4 റൈറ്റ് ആംഗിൾസ് കാണാം. ഏതാണ് 4 റൈറ്റ് ആംഗിൾസ്? ഒന്ന് ഇത്, റൈറ്റ് ട്രയാങ്കിൾസ്. ഒന്ന് ഈ റൈറ്റ് ട്രയാങ്കിൾ, രണ്ടാമത്തത് ബേസ് ഇവിടം വരെയുള്ള റൈറ്റ് ട്രയാങ്കിൾ, മൂന്നാമത്തത് ഇത് ബേസ് ആയിട്ടുള്ള റൈറ്റ് ട്രയാങ്കിൾ, അടുത്തത് ഇത്. അങ്ങനെ 4 റൈറ്റ് ട്രയാങ്കിൾസ് നമുക്ക് കാണാൻ പറ്റും. ഈ വെർട്ടിക്കൽ ലൈൻസിനെല്ലാം നമ്മൾ പേര് കൊടുക്കുക. അപ്പോൾ ഈ വെർട്ടെക്സ് O ആണെന്ന് വിചാരിക്കും. നമുക്ക് ഇതിന് ഓരോന്നിനും പേര് കൊടുക്കാം. ഈ ലൈൻ AB, ഇത് CD, ഇത് EF, ഇത് GH. എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ഈ OB എന്ന ഡിസ്റ്റൻസും BD, DF, FH എന്നുള്ള ഡിസ്റ്റൻസസും ഡിഫറൻ്റ് ആണ്. ഓക്കെ, ഇത് മൂന്നും സെയിം ആണ്, പക്ഷേ ഇത് അതിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പോൾ ഈ 3 ഡിസ്റ്റൻസ് നമുക്ക് ഒരേ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. പക്ഷേ ഇതിനെ നമ്മൾ ആ ലെറ്റർ ഉപയോഗിക്കാതെ മറ്റേതെങ്കിലും ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യണം. അപ്പോൾ OB എന്ന ഡിസ്റ്റൻസ്, അതായത് Oയിൽ നിന്ന് Bയിലുള്ള ഡിസ്റ്റൻസിനെ ഞാൻ എന്ത് ചെയ്യുന്നു? A എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു എന്ന് വിചാരിക്കാം. ഇപ്പോൾ വേണമെങ്കിൽ ഇവിടെ എഴുതാം. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് A ആണ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് B. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസും B ആയിരിക്കും, ഈ ഡിസ്റ്റൻസും B ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നിൻ്റെ ഹൈറ്റ് കാണാം. വാട്ട് ഈസ് AB, വാട്ട് ഈസ് CD, വാട്ട് ഈസ് EF ആൻഡ് വാട്ട് ഈസ് EH. അപ്പോൾ എല്ലാത്തിൻ്റെയും ഹൈറ്റ്സ് ആയി. എന്നിട്ട് ആ ഹൈറ്റ്സ് നോക്കിയിട്ട് അരിത്തമെറ്റിക് സീക്വൻസിലാണോ ഹൈറ്റ്സ് എല്ലാം വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. അങ്ങനെയാണ് ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടാവും. കോമൺ ഡിഫറൻസ് നമുക്ക് കണ്ടെത്താം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൽ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു മെഷറും നമുക്ക് തന്നിട്ടില്ല. ഈ ആംഗിൾ എത്രയാണ് തന്നിട്ടില്ല. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എത്രയാണ് തന്നിട്ടില്ല. ഇതിൻ്റെ ഇടയിലുള്ള ഈക്വൽ ഡിസ്റ്റൻസ് എത്രയാണ് തന്നിട്ടില്ല. ഒരു മെഷറും നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഓരോ മെഷറും നമ്മൾ ഇമേജിൻ ചെയ്യുകയാണ്. അങ്ങനെ ഇമേജിൻ ചെയ്തുകൊണ്ട് നമ്മൾ എന്താ, സപ്പോസ് ദിസ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു A ആൻഡ് ദീസ് ഈക്വൽ ഡിസ്റ്റൻസസ് ആർ B എന്നൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ഈ ആംഗിളിൻ്റെ മെഷർ എത്രയാണോ എന്നുള്ളത് നമ്മൾ നോക്കണ്ട. എത്രയായാലും ശരി, ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് AB, അതേപോലെ CD, EF, GH എല്ലാം. ഓക്കെ, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പം ഈ ആംഗിളിൻ്റെ അഡ്ജസ്റ്റൻറ്റ് സൈഡാണ് OB. എന്നാൽ ഈ രണ്ടാമത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ OD ആണ് അഡ്ജസ്റ്റൻറ്റ് സൈഡ്. മൂന്നാമത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ OF ആണ് അഡ്ജസ്റ്റൻറ്റ് സൈഡ്. നാലാമത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ OH ആണ് അഡ്ജസ്റ്റൻറ്റ് സൈഡ്. അപ്പോൾ അഡ്ജസ്റ്റൻറ്റ് സൈഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. വെർട്ടിക്കൽ ലൈൻ മാറുന്നതിനനുസരിച്ച്, അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് മാറുന്നതിനനുസരിച്ച് അഡ്ജസ്റ്റൻറ്റ് സൈഡും മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ അക്യൂട്ട് ആംഗിൾ എപ്പോഴും ഒരേ അക്യൂട്ട് ആംഗിൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ
നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഓപ്പോസിറ്റ് സൈഡ് ഈസ് ഈക്വൽ ടു എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ഇൻറ്റു ടാൻ. ഓക്കെ, ഇൻറ്റു ടാൻ ഓഫ് ദിസ് ആംഗിൾ. ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എ ബി കാണാം. സോ എ ബി ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഒ ബി എന്നാൽ എ. ഓക്കെ, എ ഇൻറ്റു ടാൻ ഓഫ് ദിസ് ആംഗിൾ. ഓക്കെ, ഈ ആംഗിളിനെ എന്തെങ്കിലും ഒരു മെഷർ കൊടുക്കാം. നമുക്ക് ആ മെഷർ എക്സ് ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഈ ലെങ്ത്ത് എ ആണ്, ഇത് എക്സ് ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഇൻറ്റു ടാൻ. സോ എ ബി ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് എ ഇൻറ്റു എന്താണ്? ടാൻ ഓഫ് ദിസ് ആംഗിൾ എക്സ്. ഓക്കെ, അപ്പോൾ ടാൻ എക്സ്. ക്വസ്റ്റ്യനിൽ ആംഗിൾ തന്നിട്ടുണ്ടോ? ഓക്കെ, ക്വസ്റ്റ്യനിൽ ആംഗിൾ തന്നിട്ടുണ്ട്. Therefore we can write the measure of that angle. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 40 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 40 ഉപയോഗിക്കാം, ഇവിടെയും 40 ഉപയോഗിക്കാം. അപ്പോൾ എ ബിൻ്റെ ലെങ്ത്ത് നമുക്ക് കിട്ടി. ഈ 40ൻ്റെ മെഷറൊന്നും നമ്മൾ ടാൻ 40ൻ്റെ മെഷർ എത്രയാണെന്ന് ടേബിൾ നോക്കി എഴുതണമെന്നില്ല, അങ്ങനെ മതി. ഇനി എന്താണ്? സി ഡി. ഓക്കെ, സി ഡി. അപ്പോൾ രണ്ടാമത്തെ ട്രയാങ്കിൾ ഒ ഡി സി ഇങ്ങനെയാണ്. അതിൽ സി ഡി ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ ഒ ഡി ആണ് അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ, സോ ഒ ഡി അഡ്ജസൻറ്റ് സൈഡ് ഇൻറ്റു എന്താണ്? ടാൻ 40 ആണ്. ഇനി ഒ ഡി എന്താണെന്ന് ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഒ ബി പ്ലസ് ബി ഡി ആണ്. അപ്പോൾ ഒ ബി എന്നുള്ളത് എയും ബി ഡി എന്നുള്ളത് ബിയുമാണ്. അപ്പോൾ എ പ്ലസ് ബി, സ്മോൾ ലെറ്റേഴ്സ് എ പ്ലസ് ബി ആണെന്ത്? ഒ ഡി. എ പ്ലസ് ബി ഇൻറ്റു ടാൻ 40. ഓക്കെ, ഇനി ഇവിടെ ബ്രാക്കറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം? എ എന്ത് ചെയ്യുക? ടാൻ 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ബി എയും ടാൻ 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എ ഇൻറ്റു ടാൻ 40 പ്ലസ് ബി ഇൻറ്റു ടാൻ 40. ഓക്കെ, ഇത് കിട്ടും. അതാണ് സി ഡി. ഇനി മൂന്നാമത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നതാണ് ട്രയാങ്കിൾ ഒ എഫ് ഇ. ഒ എഫ് ഇയിലെ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇ എഫ് ആണ്. അപ്പോൾ ഇ എഫ് ഈസ് ഈക്വൽ ടു ഒ എഫ് ഇൻറ്റു ടാൻ 40. ഓക്കെ, ഇ എഫ് ഈസ് ഈക്വൽ ടു ഒ എഫ് ഇൻറ്റു ടാൻ 40. എന്താണ് ഒ എഫ്? ഒ എഫ് എന്ന് പറഞ്ഞാൽ ഒ ബി പ്ലസ് ബി ഡി പ്ലസ് ഡി എഫ് ആണ്. അപ്പോൾ ഒ ബി എ ആണ്, ബി ഡി ബി ആണ്, ഡി എഫ് ബി ആണ്. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് ബി എന്ന് കിട്ടും. എ പ്ലസ് ബി പ്ലസ് ബി. ബി പ്ലസ് ബി എന്ന് പറയുന്നത് 2 ബി ആണ്. അപ്പോൾ എ പ്ലസ് 2 ബി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഒ എഫ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് 2 ബി ആണ് ഇൻറ്റു എത്ര? ടാൻ 40. അപ്പോൾ ബി പ്ലസ് ബി ആണ് എന്ത്? 2 ബി. പക്ഷേ നമുക്ക് ഇവിടെയൊക്കെ ചെയ്തതുപോലെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യണം. അതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഈ 2bക്ക് പകരം നമ്മൾ എന്ത് എഴുതുന്നു? ബി പ്ലസ് ബി എന്ന് തന്നെ എഴുതുന്നു. എന്നിട്ട് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുന്നു. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ എ ഇൻറ്റു ടാൻ 40 പ്ലസ് ബി ഇൻറ്റു ടാൻ 40 പ്ലസ് ബി ഇൻറ്റു ടാൻ 40 ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ വെർട്ടിക്കൽ ലൈൻസിൽ 3 എണ്ണത്തിൻ്റെ ഹൈറ്റ് നമ്മളിപ്പോൾ എഴുതി. ആദ്യത്തേത് എ ബി. എ ബി എന്താണ്? എ ഇൻറ്റു ടാൻ 40. രണ്ടാമത്തെ സി ഡി. സി ഡി എന്നാൽ എ ഇൻറ്റു ടാൻ 40 പ്ലസ് ബി ഇൻറ്റു ടാൻ 40. അതായത് ആദ്യം ഉണ്ടായിരുന്ന എ ഇൻറ്റു ടാൻ 40ൻ്റെ കൂടെ എന്തും കൂടെ വന്നു? ബി ഇൻറ്റു ടാൻ 40 വന്നു. ഇനി മൂന്നാമത്തെ വെർട്ടിക്കൽ ലൈൻ എന്താണ്? ഇ എഫ്. ആൻഡ് ഇ എഫ് ഈസ് ഈക്വൽ ടു ഒ എഫ് ഇൻറ്റു ടാൻ 40. ഒ എഫിനെ ഇങ്ങനെ എഴുതി നമ്മൾ എന്ത് ചെയ്തു? ബ്രാക്കറ്റ് റിമൂവ് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അങ്ങനെ ഓപ്പൺ ചെയ്തപ്പോൾ കിട്ടുന്നത് എന്താണ്? എ ഇൻറ്റു ടാൻ 40 പ്ലസ് ബി ഇൻറ്റു ടാൻ 40 പ്ലസ് ബി ഇൻറ്റു ടാൻ 40. അപ്പോൾ ഇവിടെ എ ഇൻറ്റു ടാൻ 40, പിന്നെ അതിൻ്റെ കൂടെ എന്ത് വന്നു? ബി ഇൻറ്റു ടാൻ 40 വന്നു. ഇത് ആണ് എവിടം വരെ ഉള്ളത്? ഇത്രയും ഭാഗം എ ഇൻറ്റു ടാൻ 40 പ്ലസ് ബി ഇൻറ്റു ടാൻ 40. അതിനോട് പിന്നെ വീണ്ടും ഒന്ന് കൂടി ബി ഇൻറ്റു ടാൻ 40 കൂടി. അപ്പോൾ ഓരോ തവണയും എന്ത് കൂടി വരുന്നു? ബി ഇൻറ്റു ടാൻ 40 കൂടി വരുന്നു. അങ്ങനെ സെയിം ക്വാണ്ടിറ്റി കൂടി 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 വന്നാൽ, സെയിം മെഷർ കൂടി കൂടി വന്നു കഴിഞ്ഞാൽ അതെന്തായി മാറും? അരിത്തമെറ്റിക് സീക്വൻസിലെ ടേംസായി മാറും. അപ്പോൾ ഈ ഹൈറ്റ്സ് എല്ലാം എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസിൽ ആണ്.
ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഹൈറ്റ്സ് ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ, ഇനി നാലാമത്തെ കാണുമ്പോൾ എന്ത് കിട്ടുക? ഇപ്പോൾ നാലാമത്തെ ജി എച്ച് നമ്മൾ കാണാൻ വിചാരിക്കുക. അപ്പോൾ ജി എച്ച് കാണുമ്പോൾ എന്താ കിട്ടുക? എ ഇൻറ്റു ടാൻ 40 പ്ലസ് ബി ഇൻറ്റു ടാൻ 40 പ്ലസ് ബി ഇൻറ്റു ടാൻ 40 പ്ലസ് ബി ഇൻറ്റു ടാൻ 40 എന്ന് ഒരിക്കൽ കൂടി വരും. ഓക്കെ, അപ്പോൾ ബി ഇൻറ്റു ടാൻ 40 ഇങ്ങനെ കൂടി കൂടി വരുന്നതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് വാട്ട് heights are in arithmetic sequence. അരിത്തമെറ്റിക് സീക്വൻസിലാണ് എന്ത് ഈ ഹൈറ്റ്സ് എല്ലാം. ദെൻ വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? ദെർഫോർ കോമൺ ഡിഫറൻസിന് എന്തുകൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുക? അത് നമ്മൾ പഠിച്ചതാണ്, സ്മോൾ ലെറ്റർ ഡി കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കാറുള്ളത്. ഓക്കെ, കോമൺ ഡിഫറൻസ് ഡി ഇസ് ഈക്വൽ ടു എന്താണ്? ഇവിടെ കൂടിക്കൂടി വരുന്നത് ബി ഇൻറ്റു ടാൻ 40 ആണ്. അപ്പോൾ ബി ഇൻറ്റു ടാൻ 40 ആണെന്ത്? കോമൺ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡി ആണ്. ആ ഡി എന്നത് ഇവിടെ എന്താണ്? ബി ടാൻ 40 ആണ്. ഓക്കെ, അപ്പോൾ നൗ വി ഗോട്ട് ദി ആൻസർ ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ ഓൾസോ. ഇനി അതിൽ നമ്മൾ മൂന്നാമത്തെയും അഞ്ചാമത്തെയും ക്വസ്റ്റ്യൻസ് വിട്ടിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് വിടാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഫോക്കസ് ഏരിയയിൽ വരാതിരിക്കാൻ സാധ്യതയുള്ള പോർഷനാണ്, അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചെയ്യാം. ഫോക്കസ് ഏരിയയിൽ വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാം, അല്ലാതെ വെറുതെ സമയം കളയേണ്ടതില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ പുതിയ ഒരു സെക്ഷനിലേക്ക് കടക്കുകയാണ്. ഡിസ്റ്റൻസ് ആൻഡ് ഹൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ. ഓക്കെ, ഡിസ്റ്റൻസ് ആൻഡ് ഹൈറ്റ്സ്. ഡിസ്റ്റൻസസ് ആൻഡ് ഹൈറ്റ്സ്. ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസസ്. ഇപ്പം ഹൈറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉയരം, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അകലം. ഓക്കെ, രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതാണ് ഡിസ്റ്റൻസ്. മറ്റത് ഹൈറ്റ്. സോ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്. അപ്പോൾ ഹൈറ്റും ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി അങ്ങോട്ടുള്ള പ്രോബ്ലംസിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത് എന്തായിരുന്നു? ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചു. ആ റൈറ്റ് ട്രയാങ്കിളിലെ ഒരു അക്യൂട്ട് ആംഗിൾ കൺസിഡർ ചെയ്താൽ ഇതെന്താണ്? ഓപ്പോസിറ്റ് സൈഡാണ്, ഇത് അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ ഇത് ശരിക്കും എന്താണ്? ഹൈറ്റാണ്. ഓക്കെ, ഇതെന്താണ്? ഡിസ്റ്റൻസാണ്. അപ്പോൾ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അകലവും കാണുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു റൈറ്റ് ട്രയാങ്കിളിലെ ഈ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും തമ്മിൽ ഉള്ള ബന്ധം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചില ക്വസ്റ്റ്യൻസിലുള്ള ഹൈറ്റ് കാണും, അതേപോലെ തന്നെ എന്തും കാണും? ഡിസ്റ്റൻസും കാണും. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും തമ്മിലുള്ള റേഷ്യോ ടാൻ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഹൈറ്റും ഡിസ്റ്റൻസും വരുമ്പോൾ എന്ത് വരും? ടാൻ വരും. അപ്പോൾ ടാൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഹൈറ്റും ഡിസ്റ്റൻസും ഒക്കെ കാണുക എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, അതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒരു 2-3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം. ഒന്ന്, ഒരാൾ സാധാരണഗതിയിൽ നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ്, നമ്മൾ തല സ്ട്രെയിറ്റ് ആയിട്ടാണ്, കണ്ണ് എവിടെയാണുള്ളത്. അപ്പോൾ നമ്മളൊരു നോട്ടം എന്ന് പറഞ്ഞാൽ സാധാരണ ഇങ്ങനെ വരിക, സ്ട്രെയിറ്റ് ആയിട്ട് വരിക. നോർമൽ കേസിൽ സ്ട്രെയിറ്റ് ആണ്. ഇപ്പോൾ ഒരാൾ ഇങ്ങനെ നടന്നു വരുന്നു, നമ്മൾ അയാൾ ഇങ്ങനെയാണ് നോക്കുക, മനസ്സിലായോ? നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് നോക്കില്ല, അല്ലെങ്കിൽ താഴെ നിന്ന് മേലോട്ട് നോക്കില്ല, നമ്മളെപ്പോഴും ഇങ്ങനെയാണ് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരാളെ നോക്കുമ്പോൾ ഒരു ലൈൻ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഒരാളെ നോക്കുന്നു, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ നോക്കുന്നു. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ ഒരു ലൈനായിട്ട് നമ്മൾ സങ്കല്പിച്ച്, ദാറ്റ് ഈസ് ലൈൻ ഓഫ് വിഷൻ എന്ന് പറയും. ഓക്കെ, ലൈൻ ഓഫ് വിഷൻ. ഇനി നമ്മൾ ഈ കാഴ്ചകളെ എന്താണ്? സ്ട്രെയിറ്റ് വ്യൂ, പിന്നെ അതേപോലെ തന്നെ എന്താണ്? റേസ്ഡ് വ്യൂ, പിന്നെ ലോവേർഡ് വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തിരിക്കാം. ഓക്കെ, എന്താണ്?
സ്ട്രെയിറ്റ് വ്യൂ, റേസ്ഡ് വ്യൂ, ലോവേഡ് വ്യൂ എന്നിങ്ങനെ മൂന്നായി തിരിക്കാം. ഒരു ആളുടെ കാഴ്ചയെ അല്ലെങ്കിൽ ഒരാൾ ഒരു വസ്തുവിനെ കാണുന്നതിനെ നമുക്ക് മൂന്ന് തരത്തിലുള്ള വ്യൂ ആയിട്ട് കാണാം. ഒന്ന് നേരെ നോക്കിയിട്ടാണ് കാണുന്നതെങ്കിൽ അത് സ്ട്രെയിറ്റ് വ്യൂ. ഓക്കെ, കുറച്ച് മേലോട്ട് നോക്കിയിട്ടാണ് കാണുന്നതെങ്കിൽ ദാറ്റ് ഈസ് റേസ്ഡ് വ്യൂ. റേസ് ചെയ്തു, ഉയർത്തി, കണ്ണ് ഉയർത്തി അല്ലെങ്കിൽ തല ഉയർത്തി, മുഖം ഉയർത്തി. ഓക്കെ, റേസ്ഡ് വ്യൂ. ഓക്കെ, ഇനി താഴെയുള്ള എന്തെങ്കിലും സാധനമാണ് കാണുന്നതെങ്കിൽ താഴോട്ട് നോക്കും, അല്ലെങ്കിൽ കണ്ണെങ്കിലും താഴോട്ടാവും. അപ്പോൾ ഉള്ള ആ കാഴ്ചയെ നമുക്ക് ലോവേഡ് വ്യൂ എന്ന് പറയാം. അപ്പോൾ ഒരാളുടെ വ്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാം, മൂന്ന് രീതിയിൽ പറയാം. ഒന്നെന്താണ്, ഇങ്ങനെയുള്ള വ്യൂ. ഇയാൾ ഇവിടെയാണ് നിൽക്കുന്നത് വിചാരിക്കുക, ഇയാളെ കണ്ണ് ഇവിടെയാണ്, ഇയാളിങ്ങനെ നോക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, സ്ട്രെയിറ്റ് വ്യൂ ആണ്. പിന്നെ ഇവിടെ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെ ഇയാളിങ്ങനെ നോക്കുകയാണെങ്കിൽ, മേലോട്ട് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പക്ഷിയാണെങ്കിൽ ആ പക്ഷീനെ നോക്കുകയാണെങ്കിൽ ഇയാൾ എന്ത് ചെയ്യണം, മേലോട്ട് നോക്കണം, അയാളുടെ കണ്ണ് ഉയർത്തണം അല്ലെങ്കിൽ തല ഉയർത്തണം, എന്ന് റേസ് ചെയ്യണം. അപ്പോൾ റേസ്ഡ് വ്യൂ എന്ന് പറയും. ഓക്കെ, ഇവിടെ നിന്നുള്ളത് റേസ്ഡ് വ്യൂ. ഇനി ഒരു വിമാനമാണ് അല്ലെങ്കിൽ ഒരു പക്ഷിയാണ്. ഓക്കെ, അതിനെ വെടി വെച്ച് താഴോട്ടു, അപ്പോൾ അത് ഇവിടെ വന്ന് വീണെടുക്കുകയെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനെ ഇയാൾക്ക് കാണണമെങ്കിൽ ഇയാൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് താഴോട്ട് നോക്കണം. അപ്പോൾ അയാളുടെ കണ്ണ് താഴ്ത്തണം അല്ലെങ്കിൽ അയാളുടെ തല താഴ്ത്തണം, മുഖം താഴ്ത്തണം. അപ്പോൾ അങ്ങനെ താഴ്ത്തിയിട്ട് കാണുന്നതിന് നമ്മളെന്ത് പറയും, ലോവേഡ് വ്യൂ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത് റേസ്ഡ് വ്യൂ ആണ്, ഇത് സ്ട്രെയിറ്റ് വ്യൂ ആണ്, ഇങ്ങോട്ടുള്ളത് എന്താണ്, ലോവേഡ് വ്യൂ ആണ്. ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള വ്യൂ നമുക്ക് കാണാം. ഓക്കെ, ദിസ് വൺ ഈസ് സ്ട്രെയിറ്റ് വ്യൂ, ദിസ് ഈസ് റേസ്ഡ് വ്യൂ, ഇത് ലോവേഡ് വ്യൂ. ഇങ്ങനെ മൂന്ന് വ്യൂസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മൂന്ന് വ്യൂസ് ഉണ്ടാകുമ്പോൾ ഈ മൂന്ന് വ്യൂസിൻ്റെ ഇടയിൽ നമുക്ക് രണ്ട് ആംഗിൾസ് ഉള്ളതായിട്ട് കാണാം. ഓക്കെ, ഒരു ആംഗിൾ ഇതാണ് ഒരു ആംഗിൾ. ആ ആംഗിള് രണ്ട് വ്യൂസിൻ്റെ ഇടയിലാണ്. ഏതെല്ലാം വ്യൂസാണ്, സ്ട്രെയിറ്റ് വ്യൂ ആൻഡ് റേസ്ഡ് വ്യൂ. റേസ്ഡ് വ്യൂവിനും സ്ട്രെയിറ്റ് വ്യൂവിനും ഇടയിലുള്ള ആംഗിൾ. പിന്നെ നമ്മൾ കാണുന്നത് രണ്ടാമത്തെ ഒരു ആംഗിൾ ഇതാണ്. ആ ആംഗിൾ സ്ട്രെയിറ്റ് വ്യൂവിനും അതേപോലെ തന്നെ ലോവേഡ് വ്യൂവിനും ഇടയിലാണ്, ബിറ്റ്വീൻ ദ ലോവേഡ് വ്യൂ ആൻഡ് സ്ട്രെയിറ്റ് വ്യൂ. അപ്പോൾ ഈ ആംഗിളിന് ഒരു പേരുണ്ട്, ഈ ആംഗിളിന് വേറൊരു പേരുണ്ട്. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരാണ്. ഓക്കെ, ഈ റേസ്ഡ് വ്യൂ എന്ന് പറഞ്ഞാൽ, റേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എലിവേറ്റ് ചെയ്യുക എന്നർത്ഥം, ഉയർത്തുക. ഓക്കെ, പിന്നെ ഇത് ലോവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിപ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഡിപ്രസ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്നും ഇതിനെ നമുക്ക് ആംഗിൾ ഓഫ് എലിവേഷൻ എന്നും പറയാം. രണ്ട് ആംഗിൾസ്. ഈ ആംഗിളിനെ എന്ത് വിളിക്കുന്നു, ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയും, ആംഗിൾ ഓഫ് എലിവേഷൻ. ആൻഡ് ദിസ് വൺ ഈസ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഓക്കെ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അപ്പോൾ ഈ രണ്ട് ആംഗിളും വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആംഗിൾ ഓഫ് എലിവേഷൻ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ സ്ട്രെയിറ്റ് വ്യൂ ആൻഡ് റേസ്ഡ് വ്യൂ. റേസ്ഡ് വ്യൂ എപ്പോഴാണ് ഉണ്ടാകുന്നത്, മുകളിലുള്ള, അപ്പോൾ ഒരാളിങ്ങനെ നിൽക്കുമ്പോൾ അയാളെ കണ്ണിൻ്റെ ലെവലിനേക്കാൾ മേലുള്ള എന്തെങ്കിലും സംഗതികൾ കാണുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, റേസ്ഡ് വ്യൂ. ഓക്കെ, ഈ കണ്ണിൻ്റെ ലെവലിൽ നിന്ന് താഴെയുള്ള എന്തെങ്കിലും വസ്തുക്കൾ കാണുമ്പോഴാണ് ലോവേഡ് വ്യൂ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രെയിറ്റ് വ്യൂ എപ്പോഴും ഉണ്ട്. സ്ട്രെയിറ്റ് വ്യൂ ആൻഡ് റേസ്ഡ് വ്യൂ, സ്ട്രെയിറ്റ് വ്യൂ ആൻഡ് ലോവേഡ് വ്യൂ. അപ്പോൾ രണ്ടിൽ എന്തുണ്ട്, സ്ട്രെയിറ്റ് വ്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ രണ്ടിലും സ്ട്രെയിറ്റ് വ്യൂ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി അങ്ങോട്ട് നമുക്കത് ആവശ്യമായിട്ട് വരും. അപ്പോൾ ദ ആംഗിൾ ബിറ്റ്വീൻ സ്ട്രെയിറ്റ് വ്യൂ ആൻഡ് റേസ്ഡ് വ്യൂ, ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് എലിവേഷൻ. ദി ആംഗിൾ ബിറ്റ്വീൻ സ്ട്രെയിറ്റ് വ്യൂ ആൻഡ് ലോവേഡ് വ്യൂ, ദാറ്റ് ഈസ് വാട്ട്, ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോട്ടാക്കി എഴുതിയെടുക്കാം. ഓക്കെ, ആംഗിൾ ഓഫ് എലിവേഷൻ ഈസ് ദ
angle between the straight view and raised view. Okay, angle of depression is the angle between the straight view and lowered view. Okay, ഇത് രണ്ടും ശരിക്കും മനസ്സിലാക്കണം. എന്താണ് ആംഗിൾ ഓഫ് എലിവേഷൻ ആൻഡ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ? അത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറേ കണക്കുകൾ ചെയ്യാനുണ്ട്, കുറേ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കണ്ടെത്താനുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിലൊക്കെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കണ്ടെത്താൻ ആവശ്യപ്പെടുക. ഒന്നെന്താണ്? ഹൈറ്റാണ്, മറ്റേതെന്താണ്? ഡിസ്റ്റൻസാണ്. ഒന്നുകിൽ ഹൈറ്റ് കാണാനുണ്ടാവും അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കാണാനുണ്ടാവും. ഓക്കെ, ഹൈറ്റ് എന്നുള്ളത് ഇങ്ങനെയാണ് ഉണ്ടാവുക, ഡിസ്റ്റൻസ് എന്നുള്ളത് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് സൈഡാണ്, ഇത് അഡ്ജസ്റ്റൻറ്റ് സൈഡാണ്. ഓപ്പോസിറ്റ് സൈഡും അഡ്ജസ്റ്റൻറ്റ് സൈഡും തമ്മിലുള്ള റേഷ്യോ എന്താണ്? ടാനാണ്. അതുകൊണ്ട് ടാൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഹൈറ്റും ഡിസ്റ്റൻസും കാണുക എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഹൈറ്റും ഡിസ്റ്റൻസും ഒക്കെ കാണുന്ന 1-2 എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതിനുശേഷം കുറേ ക്വസ്റ്റ്യൻസൊക്കെ വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഈ അവസാനത്തിൽ, ഈ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് സ്ട്രേറ്റ് വ്യൂ, വാട്ട് ഈസ് ലോവേർഡ് വ്യൂ, വാട്ട് ഈസ് റേസ്ഡ് വ്യൂ, ആൻഡ് വാട്ട് ഈസ് ആംഗിൾ ഓഫ് എലിവേഷൻ, ആൻഡ് വാട്ട് ഈസ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഓക്കെ, എത്രയും കാര്യം ക്ലിയർ ആണെങ്കിൽ ഇനി അടുത്ത ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമാകും എന്ന് ഓർക്കുക. സോ വി ക്യാൻ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.